നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാർച്ച് 4-ാം തീയതി യമനിൽ നിന്ന് ഒരു മലയാളി പാതിരിയെ ISIS-ന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു വൃദ്ധസദനത്തിൽ 10-16 പേരെ വധിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് ISIS ആണ് എന്ന് യമൻ പറഞ്ഞെങ്കിലും ഭാരതത്തിലെ വിദേശകാര്യമന്ത്രി സ്ഥിരീകരിച്ചത് 3-4 ദിവസം മുമ്പാണ്. ആ വാർത്ത ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം, ഒന്ന് നോക്കിക്കോളൂ. മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയത് IS ആണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വൈദികനെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും തുടരുന്നതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ട്വിറ്ററിലൂടെ അറിയിച്ചു. സലേഷ്യൻ വൈദികനായ ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയത് IS ഭീകരർ ആണെന്ന് യമൻ സുരക്ഷാ വിഭാഗം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നെങ്കിലും ആദ്യമായാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. വൈദികനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയെന്നും സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചു. എന്നാൽ ഫാദർ ടോം ഉഴുന്നാൽ എവിടെയാണെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ജിബൂട്ടിയിലെ ഇന്ത്യൻ എംബസി വഴിയാണ് വൈദികനെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ശ്രമം തുടരുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ബെൽജിയം എന്ന ശാന്തമായ രാജ്യത്തിലെ ബ്രസൽസ് എയർപോർട്ടിനും അവിടെ നിന്ന് പുറത്തും ISIS തീവ്രവാദി ആക്രമണം നടത്തിയത്. നിരവധി പേർ മരിച്ചു, ഒരുപാട് പേർക്ക് പരിക്കേറ്റു. അതിനു മുമ്പ് ഫ്രാൻസിൽ ISIS തീവ്രവാദ ആക്രമണം നടത്തി ജനങ്ങളെ ബന്ദികളാക്കി പിടിച്ചു വെച്ച് കെട്ടിടത്തിനുള്ളിലിട്ട് വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഇവരുടെ എല്ലാം കുറ്റം, ബെൽജിയത്തിൻ്റെ ആണെങ്കിലും ഫ്രാൻസിൻ്റെ ആണെങ്കിലും കുറ്റം, ഇതെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്, അഥവാ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. ഇതാണ് ISIS-ന്റെ ആക്രമണത്തിൻ്റെ കാരണം. ക്രിസ്ത്യൻ രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് ISIS. ഇതിൻ്റെ തുടക്കം ഇപ്പോഴൊന്നുമല്ല. 1979-ൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു പട്ടാള അധിനിവേശം നടത്തി. അതിനെ ചെറുക്കാനായിട്ട് ലോകത്തിൻ്റെ നാനാമൂലകളിൽ നിന്നും നാനാ രാജ്യങ്ങളിൽ നിന്നും ചെറുപ്പക്കാരായ മുസ്ലിങ്ങൾ സായുധരായിട്ട് അഫ്ഗാനിസ്ഥാനിൽ തമ്പടിച്ചു. അതിൽ പ്രധാനികൾ 2 പേരായിരുന്നു. ഒന്ന് അബു മസൂദ് അൽ സർഖാവി, രണ്ടാമത്തത് ഒസാമ ബിൻ ലാദൻ. രണ്ടാമത്തെ പേര് എല്ലാവരും കേട്ടിരിക്കും, സർഖാവിയെ കേട്ട് കാണാൻ വഴിയില്ല. ഈ 2 പേരും ലോകത്ത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരായിരുന്നു, അതിന് തയ്യാറെടുത്തവരായിരുന്നു, അതിന് സ്വയം സമർപ്പിച്ചവരായിരുന്നു. പക്ഷേ 2 പേർക്കും മാർഗങ്ങളെ ചൊല്ലി വഴക്കും ഉണ്ടായിരുന്നു. അത്ര രസത്തിലായിരുന്നില്ല 2 പേരും. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയപ്പോൾ ഈ 2 പേരും തിരിച്ച് സൗദി അറേബ്യയിലേക്കും ഇറാഖിലേക്കും അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് കുടിയേറി. ഒസാമ ബിൻ ലാദൻ അൽ ഖൈദ എന്ന സംഘടനയുണ്ടാക്കി, ഭീകര സംഘടന. ആ സംഘടന ഒടുവിൽ അമേരിക്കയിൽ വലിയ ആക്രമണം നടത്തി. ആ ആക്രമണത്തെ തുടർന്ന് ഒസാമ ബിൻ ലാദനെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയി, പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി വധിക്കുകയും ചെയ്തു. സർഖാവി വേറൊരു രീതിയിലാണ് പ്രവർത്തിച്ചത്. സർഖാവിയുടെ തിയറി അനുസരിച്ച് ലോകത്തെ ക്രൈസ്തവ രാജ്യങ്ങൾ തുടങ്ങി, പടിഞ്ഞാറ് നിന്ന് തുടങ്ങി കിഴക്കേ അറ്റം ഇന്ത്യ വരെ ഏക ഇസ്ലാമിക രാജ്യമായിട്ട് മാറ്റണം. ഇതായിരുന്നു സർഖാവിയുടെ തിയറി. ഈ തിയറി സർഖാവിക്കും സ്വന്തമല്ല. 1920-ൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയാണ് ഈ തീവ്രവാദത്തിൻ്റെ സോഴ്സ്, അവരാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഓൾ ഇൻ ഓൾ, അതിൻ്റെ തലപ്പത്ത് ആരിരുന്നാലും ശരി, നിയന്ത്രണങ്ങൾ എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത് യൂസഫുൽ ഖർദാവി എന്ന നേതാവാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. സർഖാവി മരിച്ചുപോയി അമേരിക്കയുടെ ഒരു ആക്രമണത്തിൽ. അവരുടെ വേറെ നേതാക്കളുമുണ്ട്. അവരാണ് ISIS നടത്തിക്കൊണ്ടു പോകുന്നത്. ISIS-നോട് അല്പം അസൂയ മുസ്ലിം ബ്രദർഹുഡിന് ഇപ്പോഴും ഉണ്ട്. തങ്ങളുടെ സന്താനമാണെങ്കിലും തങ്ങളെക്കാൾ ഭംഗിയായിട്ട് ലോകത്ത് പെർഫോം ചെയ്യുന്ന സംഘടനയായിട്ട് മാറി എന്നുള്ള ഒരു പ്രയാസം യൂസഫുൽ ഖർദാവിക്കും മറ്റുമുണ്ട്. അതുകൊണ്ട് പേരിന് ചിലപ്പോഴൊക്കെ മുസ്ലിം ബ്രദർഹുഡ് ISIS-നെ തള്ളിപ്പറയുകയൊക്കെ ചെയ്യും. അത് തെറ്റിദ്ധരിക്കേണ്ട, അത് പുറമേക്കുള്ള ഒരു ഏർപ്പാട് മാത്രമാണ്. അപ്പോൾ ISIS അടുത്ത 5 വർഷം കൊണ്ട് കീഴടക്കാൻ പോകുന്ന പ്രദേശങ്ങളുടെ ഒരു മാപ്പ് ISIS തന്നെ പുറത്തുവിടുകയുണ്ടായി. ആ മാപ്പ് നിങ്ങളൊന്ന് കണ്ടിരിക്കേണ്ടതാണ്. കറുത്ത ചായമാണ് ISIS-ൻ്റെ, മരണത്തിൻ്റെ കറുപ്പാണ് ISIS-ൻ്റെ നിറം.
അതുകൊണ്ട് അവരുടെ ഇസ്ലാമിക രാജ്യത്തിൻ്റെ നിറവും കറുപ്പടയാളത്തിൽ അവർ ഭൂമിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ മാപ്പിൽ ഭാരതവും പാകിസ്ഥാനും റഷ്യയുടെ ഒരു പോർഷൻ, ചൈനയുടെ ഒരു പോർഷൻ ഒക്കെ ചേർന്നിട്ട് ഖുറാസാൻ എന്ന ഒരു ഭൂഖണ്ഡത്തെയാണ് അവർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ആ മാപ്പ് ഒന്ന് നോക്കുക. ഈ മാപ്പിൻ്റെ ഭീകരതയിൽ നിന്ന് ഇവരുടെ അടുത്ത 5 വർഷത്തെ പ്ലാനിൻ്റെ ഭീകരത എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് ഭാരതത്തിൽ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയില്ല. ISISൻ്റെ മുസ്ലിം ബ്രദർഹുഡ് കണക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം ബ്രദർഹുഡ് ISISനെ തള്ളിപ്പറയാറുണ്ട്. പക്ഷേ ഈജിപ്തിലെ ഭരണകൂടം തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു, എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ ISISനെ ആക്രമിച്ചതുകൊണ്ട് മാത്രം ഫലമില്ല, മുസ്ലിം ബ്രദർഹുഡാണ് ഇതിന് പുറകിൽ എന്ന് ഔദ്യോഗികമായിട്ട് അറിയിച്ചു. ആ അറിയിപ്പ് ലോകത്ത് പലരും റിപ്പോർട്ട് ചെയ്തില്ല. കേരളത്തിലെ കാര്യം പറയാനേ ഇല്ലല്ലോ. കേരളത്തിൽ ISIS ഒന്നുമല്ല, ഇവിടെ RSS ആണ് വലിയ പ്രശ്നം. അതിരിക്കട്ടെ, അത് നമുക്ക് ആ പ്രശ്നത്തിലേക്ക് വീണ്ടും വരാം. ഏതായാലും ഈജിപ്റ്റ് ഔദ്യോഗികമായിട്ട് അറിയിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം. And now the new Egyptian government, which hates the Muslim Brotherhood and by extension very much doesn't like the Obama administration, is saying, President Obama, you don't get it. You can go after ISIS. But that's just one manifestation of an ideology that combines mosque and state. They came out of the Muslim Brotherhood, and you need to endorse our fight against the Muslim Brotherhood and like-minded terrorists throughout the region. ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ നിയന്ത്രണമാണ് യൂസഫുൽ ഖർദാവിക്കുള്ളത്. ആരാണ് ഖർദാവി? ഖർദാവി തൻ്റെ നയം വ്യക്തമാക്കുന്ന ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഖർദാവി പറയുന്നത്, ലോകമെങ്ങും ഞങ്ങൾ ഒരു ജിഹാദ് നടത്തുന്നു, അത് സയണിസ്റ്റ് ശക്തികൾക്ക് നേരെയാണ്. സയണിസ്റ്റ് ശക്തികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും പ്രഥമ ദൃഷ്ട്യാ ഇസ്രായേലിനെയാണ് നമുക്ക് തോന്നുമെങ്കിലും മൊത്തം ക്രിസ്ത്യൻ സമൂഹത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഖർദാവി പറയുന്നു, ഈ സയണിസ്റ്റ് ശക്തികളുടെ തലവൻ അമേരിക്കയാണ്, US ആണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഖർദാവിയെ നിങ്ങൾക്ക് പരിചയപ്പെടുകയും ചെയ്യാം, ആ പ്രസ്താവന നേരിട്ട് കേൾക്കുകയും ചെയ്യാം. കേട്ടോളൂ, കണ്ടോളൂ. شنت على الفقير إليه تعالى حرب إعلامية شعواء على مساحة واسعة من العالم في الشرق والغرب، واستخدمت فيها كل الأسلحة. هذه الحرب سخرتها الصهيونية العالمية وشركتها الاستراتيجية الولايات. ഈ ഖർദാവി ചില്ലറക്കാരനല്ല. ഇദ്ദേഹം കാശ്മീരിലെ തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്നാണ് വിളിക്കുന്നത്. ഇതും ആരും ഇന്നുവരെ റിപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. നിർഭാഗ്യവശാൽ ഓർക്കാപ്പുറത്ത് ഹിന്ദു പത്രം ഇത് റിപ്പോർട്ട് ചെയ്തു. കാരണം ഖർദാവി താലിബാൻ്റെ മധ്യസ്ഥനായിട്ട് പ്രവർത്തിച്ചു എന്നൊരു വാർത്ത കൊടുത്ത കൂട്ടത്തിൽ ഹിന്ദു പത്രം എഴുതി, ഇന്ത്യയിൽ കാശ്മീരിലെ തീവ്രവാദികളെ സഹായിക്കുന്ന ആളാണ് ഖർദാവി, അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് വാദിക്കുന്ന ആളാണ് ഖർദാവി എന്ന് റിപ്പോർട്ടിൽ എഴുതി. ആ ഹിന്ദു പത്രത്തിൻ്റെ റിപ്പോർട്ട് ഒന്ന് കാണുക. മറ്റു പത്രങ്ങൾ ആരും തന്നെ ഇത് ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യൂസഫുൽ ഖർദാവിക്ക് ഇന്ത്യയിൽ താല്പര്യമുള്ളതായിട്ട് ആരും ഇന്ന് വരെ പുറത്തു പറഞ്ഞിട്ടില്ല. ഖർദാവിയുടെ അടുത്ത തിയറിയാണ് ഇസ്ലാമിക് ബാങ്ക്. ഇസ്ലാമിക് ബാങ്ക് പലിശരഹിത ബാങ്ക് അല്ലേ, വളരെ നല്ല കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ വലിയ തർക്കവാദങ്ങളൊക്കെ നടത്തുന്ന കാലമാണ്. വാസ്തവത്തിൽ എന്താ ഇസ്ലാമിക് ബാങ്ക്, എന്തിനുള്ളതാ ഇസ്ലാമിക് ബാങ്ക്? ഖർദാവി തുറന്ന് പറയുന്നു, ഇത് ഫൈനാൻഷ്യൽ ജിഹാദിനുള്ളതാണ്. ലവ് ജിഹാദ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ മണി ജിഹാദ് അഥവാ ഫൈനാൻഷ്യൽ ജിഹാദ്, പണം വഴിയുള്ള ജിഹാദ്. അത് പണം കൊടുത്ത് ആളുകളെ മതം മാറ്റുന്നതാകാം, അല്ലെങ്കിൽ പണം കൊടുത്ത് ആയുധങ്ങൾ വാങ്ങിച്ച് കൊന്നുകളയുന്നതാവാം, എന്തുമാവാം. ജിഹാദിൻ്റെ അർത്ഥം എന്തുമായിക്കോട്ടെ, അതിനുപയോഗിക്കുന്ന പണമാണ് ഇസ്ലാമിക് ബാങ്കിൽ ശേഖരിക്കുന്നത്. ഇസ്ലാമിക് ബാങ്ക് മാത്രമല്ല, സക്കാത്ത് എന്ന് എല്ലാവരും നിഷ്കളങ്കമാണ് എന്ന് വിചാരിക്കുന്ന പണം പോലും ഇതിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഖർദാവിയുടെ തിയറി. ആ തിയറി ഖർദാവി വിശദീകരിച്ച് അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് അമേരിക്കയിലെ മിഷിഗൻ യൂണിവേഴ്സിറ്റി
ഒരു പുസ്തകമിറക്കി. ആ പുസ്തകവും അതിൻ്റെ താളുകളും നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. വായിച്ചിരിക്കേണ്ട പ്രസിദ്ധീകരണങ്ങളാണ് ഇതെല്ലാം. പക്ഷേ ഇന്ത്യയിൽ എന്തുകൊണ്ടോ ഇത് പ്രചാരത്തിലാവാറില്ല. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് സാഹിത്യത്തിനാണല്ലോ ഇപ്പോഴും പ്രിയം. മറ്റെന്തെങ്കിലും പുസ്തകമുണ്ടെങ്കിൽ അത് ഒളിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് ഈ പുസ്തകം നിങ്ങൾക്കായിട്ട് ഞാനൊന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതൊന്നും പോരാ, ഖർദാവിക്ക് കേരളത്തിലുമുണ്ട് ഒരു കണക്ഷൻ. ഖർദാവിയുടെ ഫത്വകൾ, മുസ്ലിം മത നേതാക്കൾ ഫത്വകൾ പുറപ്പെടുവിക്കുമല്ലോ. ഓരോ കാര്യത്തിലും ആ മുസ്ലിം ജനതയ്ക്കുള്ള സംശയം തീർത്ത് അവർ ഇറക്കുന്ന കുറിപ്പാണ് ഫത്വ, ആജ്ഞ. ആ ഫത്വ അനുസരിച്ച് വേണം ജനങ്ങൾ ജീവിക്കാൻ, മുസ്ലിം ജനത ജീവിക്കാൻ. അതാണ് ഫത്വ. ഖർദാവിയുടെ ഫത്വകൾ എന്ന പുസ്തകം 2 വോളിയത്തിൽ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ട് ഏറെ വർഷങ്ങളായി. വ്യാപകമായ തോതിൽ കോഴിക്കോട്ടും മലപ്പുറത്തും ഈ പുസ്തകം പ്രചരിപ്പിക്കപ്പെടുന്നു. കോഴിക്കോട്ടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 2 വോളിയവും ഞാൻ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട്. അതിനകത്തെ ഫത്വകളെപ്പറ്റി പറയാൻ പോയാൽ മഹാകഷ്ടമാണ്. ഏതായാലും ഖർദാവിയുടെ ഫത്വകൾ കേരളത്തിൽ പ്രചരിക്കുന്നു. അത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഈ നിമിഷവും നിങ്ങൾക്ക് കാണാം. ഒന്ന് കണ്ടു നോക്കുക. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൻ്റെ വെബ്സൈറ്റിൽ ഖർദാവിയുടെ ഫത്വകൾ. ലോകത്തെ ഒരു മതയുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ISIS, അതിൻ്റെ തലതൊട്ടപ്പനായ ഖർദാവി, ആ ഖർദാവിയുടെ പുസ്തകം അഥവാ ഫത്വ, പുസ്തകമെന്ന് പറയാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ ഉത്തരവുകളാണ്. അത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു. കേരളത്തിലെ ബുദ്ധിജീവികളോ ഇസ്ലാമിക തീവ്രവാദത്തിന് പറ്റിയ അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുന്നു. അതിനെന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അവർ അവാർഡ് തിരിച്ചു കൊടുത്ത് പ്രതിഷേധിക്കുന്നു. ഇതാണ് ഭാരതത്തിൻ്റെ ചരിത്രം, സമീപകാല ചരിത്രം. ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് ISIS ഔദ്യോഗികമായിട്ട് ഇന്ത്യ ഞങ്ങളുടെ ടാർഗറ്റാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യ ഞങ്ങളുടെ ടാർഗറ്റിൽ ഒന്നാണ്, ഈ 5 വർഷത്തെ ടാർഗറ്റിൽ ഒന്നാണ് ഇന്ത്യ എന്ന് ISIS പ്രഖ്യാപിക്കുന്നു. കാരണം ISIS 5 വർഷത്തെ പ്രോഗ്രാമിൽ നമ്മുടെ മാപ്പ് വരച്ച് വെച്ചിട്ട് പോലും നമുക്ക് യാതൊരു കുലുക്കവുമില്ല, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. 60-ലധികം രാജ്യങ്ങൾ, റഷ്യ അടക്കം അമേരിക്ക അടക്കം 60-ലധികം രാജ്യങ്ങൾ ISISനെ അമർച്ച ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് യാതൊരു കുലുക്കവുമില്ല. അതുകൊണ്ട് നേരിട്ട് ISIS ഭീഷണി മുഴക്കി ഇന്ത്യ ഞങ്ങളുടെ ടാർഗറ്റാണ്. ആ വാർത്ത പോലും കേരളത്തിൽ തമസ്കരിക്കപ്പെട്ടു. ആ വാർത്തയെങ്കിലും കൊടുക്കണ്ടേ? ഞെട്ടിപ്പോയ കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉന്നത ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഡൽഹിയിൽ മീറ്റിംഗ് നടത്തി. 18 ISIS ഭീകരരെ ഇന്ത്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി 18 പേരെ അറസ്റ്റ് ചെയ്തു പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്. എന്നിട്ട് കേരളത്തിൽ വാർത്തയാകണമല്ലോ, ആയില്ല. പക്ഷേ ഹിന്ദി ചാനലുകളിൽ വന്നു, ഇംഗ്ലീഷ് ചാനൽ വരില്ല, അതൊക്കെ ബർഖാദത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിലൊന്നും വരില്ല. കേരളത്തിലുമില്ല, ഇവിടെ താല്പര്യകക്ഷികളാണല്ലോ. പക്ഷേ ഹിന്ദി ചാനലുകളിൽ അത് കാണിച്ചു. ആ വാർത്ത നിങ്ങളും ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. ശ്രീനഗറിൽ ISISൻ്റെ പതാക ഉയർത്തിപ്പിടിച്ച് ഒരാൾ നിൽക്കുന്ന കാഴ്ച നിങ്ങളൊന്ന് കണ്ടിരിക്കേണ്ടേ? ഇത് വേറെ ആരും നിങ്ങളെ കാണിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ തീരുമാനിച്ചു. ഒന്ന് കണ്ടു. दुनिया भर में खून खराबे और दहशत का आतंक फैलाने वाले बगदादी के टारगेट पर अब हिंदुस्तान है। ISIS अब हिंदुस्तान में फैला रहा है अपना नेटवर्क। आज हम करेंगे भारत में ISIS के नेटवर्क का बड़ा खुलासा। आतंक की इस आहट से सरकार भी अलर्ट हो गई है। गृह मंत्रालय ने आज दोपहर देश के तमाम संवेदनशील राज्यों के पुलिस प्रमुखों के साथ अहम मीटिंग बुलाई। दुनिया के सबसे खतरनाक आतंकी हिंदुस्तान में जमा रहे हैं जंग। ISIS की घुसपैठ ने उड़ाई हिंदुस्तान की नींव। हिंदुस्तान पर मंडरा रहा है आतंक के नए खौफ का साया।
आईएसआईएस का खौफनाक ये साया हिंदुस्तान में धीरे धीरे जमा रहा है अपनी जड़ें। पूरी दुनिया में इस्लाम के नाम पर आतंक फैलाने वाले आईएसआईएस के सरगना अबू बकर अल बगदादी के टारगेट पर अब है भारत। രാഷ്ട്രീയക്കാർക്ക് ഇതിൽ വല്ല താല്പര്യമുണ്ടോ? ഉള്ളതായിട്ട് കാണുന്നില്ല. അവിടെയും ഇവിടേക്ക് ചില്ലറ ശബ്ദമുണ്ടാകും എന്നുള്ളതല്ലാതെ, ഭാരതത്തിലെ സർക്കാരിന് ചെയ്യാവുന്നത് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതൊരു ചർച്ചാ വിഷയമായിട്ടില്ല. ആകെ ഈ കാര്യത്തിൽ ശക്തവും വ്യക്തവുമായിട്ട് പ്രതികരിച്ച ഏക രാഷ്ട്രീയക്കാരൻ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. അദ്ദേഹം തുറന്നു പറയുന്നതിൽ കേൾവി കേട്ട ആളാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇത് വലിയ കുഴപ്പമാണ്. ഈ 60 രാജ്യങ്ങളുടെ കൂടെ നമ്മളും കൂടെ ചേർന്ന് സിറിയയിലും യമനിലും ഇറാഖിലും പോയിട്ട് ISISനെ അമർച്ച ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അതിർത്തിയിൽ വെച്ച് അവരെ നമുക്ക് നേരിടേണ്ടി വരും. കാരണം പാകിസ്ഥാൻ്റെ ഒരു കഷണം വരെ ISISൻ്റെ നിയന്ത്രണത്തിൽ എത്തിക്കഴിഞ്ഞു. പാകിസ്ഥാൻ ഇപ്പോൾ പേടി താലിബാനെ അല്ല, ISISനെയാണ്. താലിബാനെയും വെല്ലുന്ന തീവ്രവാദികളാണ് ISISകാർ. താലിബാനെ നിസ്സാരരാക്കാൻ കഴിവുള്ള ആയുധങ്ങൾ ISIS സംഭരിച്ചിരിക്കുന്നു. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇത് വലിയ ആപത്തായി തീരും എന്ന് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. അദ്ദേഹം പറയുന്നു, ഭാരതം അവരുടെ ടാർഗറ്റ് ആവാൻ കാരണം ഭാരതം ഒരു അൺഫിനിഷ്ഡ് അജണ്ടയാണ്. ഇതുവരെ അവരുടെ തീരാത്ത ഒരു തലവേദനയാണ് അവർക്ക് ഭാരതം. കാരണം 800 വർഷം ഭരിച്ചിട്ടും ഇസ്ലാമിനെ സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കാത്ത ഏക രാജ്യം ഭാരതമാണ്. 800 വർഷം ഭരിച്ചു. ബാക്കി രാജ്യങ്ങളെയൊക്കെ 10, 15, 40, മാക്സിമം 50 വർഷം കൊണ്ട് അവർ കംപ്ലീറ്റ് ഇസ്ലാമാക്കി മാറ്റി. 800 വർഷം ഭാരതത്തെ ഭരിച്ചിട്ടും 80% ഹിന്ദുക്കൾ ബാക്കി നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ലേ, വലിയൊരു തലവേദനയല്ലേ? നിരന്തരമായ യുദ്ധത്തിലൂടെയാണ് ഭാരതം പിടിച്ചു നിന്നത് എന്ന് മാത്രമല്ല, ഭാരതത്തിന് കിഴക്കോട്ട് ഇസ്ലാമിന് പോകാനും സാധിച്ചില്ല. അതുകൊണ്ട് ജപ്പാനിലൊന്നും ഇപ്പോഴും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ശല്യവുമില്ല. ഭാരതത്തിൽ നിന്ന് കിഴക്കോട്ടുള്ള സ്ഥലങ്ങൾ നോക്കിക്കോളൂ, അവിടെ ശല്യമില്ല, അഥവാ ശല്യം തീരെ കുറവാണ്. ഇത് ഭാരതം കൊണ്ടുണ്ടായതാണ് എന്ന് ISIS കരുതുന്നു. സത്യവുമാണ്, നമ്മളുടെ ചെറുത്തുനിൽപ്പ് കൊണ്ട് സാധിച്ചതാണ്. ആ സത്യം ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി മാത്രം വിളിച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. No other terrorist organization controls a territory as large and as extensive as the ISIS. ISIS has declared that India is an unfinished chapter of Islamic history, because wherever Islam conquered a country, they converted the local population into 100% Muslim. India is the only country where they conquered it, ruled it for 800 years, and still we are 80% Hindu. And not only that, we kept fighting and prevented them from crossing into Burma and go into Southeast Asia, because the Ahom dynasty of Assam prevented it. And kings like Guru Gobind Singh and Shivaji and the Chola Empire in South India, Rani Chennamma in Karnataka, so on, Vijayanagaram Empire, these prevented the Islam from settling down. Now therefore they say it's an unfinished chapter. So they want to declare war. Now they are attracting the unemployed or the underpaid IT professionals in the Muslim community to come and work for them. And they are using the social media very powerfully to recruit. And they have started the process of recruiting in India. So either we fight them in Iraq and Syria, or even in Baluchistan, Afghanistan, or we ultimately will have to fight them in our territory. We must be ready now to join with other nations to have a final assault and destroy ISIS, just as Rajapaksa did with LTT. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ആദ്യം കാണിച്ച വാർത്തയില്ലേ, ഫാദർ ടോം ഉഴുന്നാലിൻ്റെ വാർത്ത, ആ വാർത്തയോട് ക്രൈസ്തവ സഭയുടെ പ്രതികരണം എന്തായിരുന്നു? പേരിന് ഒരു അഭ്യർത്ഥന വിദേശകാര്യമന്ത്രിയോട്, ടോം ഉഴുന്നാലിനെ രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തണമല്ലോ, തീർച്ചയായിട്ടും നടത്തണം. അദ്ദേഹം ഒരു ഭാരതത്തിൻ്റെ പൗരനാണ്. പള്ളിയും പട്ടക്കാരനും ഒക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ, ഭാരതത്തിൻ്റെ ഒരു പൗരനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ചുമതലയാണ്. ആ ചുമതല സർക്കാർ നിർവഹിക്കും. സുഷമാ സ്വരാജ് അത് സ്തുത്യർഹമായിട്ട് ഇതുവരെ നിർവഹിച്ചിട്ടുമുണ്ട്. ഇറാഖിൽ ഉടക്കിപ്പോയ
100-170 നഴ്സുമാരെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് വന്നതാണ് സുഷമ സ്വരാജും അജിത് ഡോവലും ചേർന്നിട്ട്. അവരിനിയും അത് ചെയ്യും. ഫാദർ ടോം ഉഴുന്നാൽ സ്വസ്ഥനായിട്ട് ആയുരാരോഗ്യത്തോടുകൂടി തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ക്രൈസ്തവ സഭയുടെ ചുമതല എന്തായിരുന്നു? ക്രൈസ്തവ സഭ കുറച്ച് നാൾ മുമ്പ് അവരുടെ പ്രമുഖനായ വൈദികൻ ചങ്ങനാശ്ശേരി ബിഷപ്പ് മാർ പൗവത്തിൽ ഒരു ലേഖനം എഴുതി ദീപിക പത്രത്തിൽ. ISISഉം RSSഉം ഒരുപോലെയാണ്. ദീപിക പത്രത്തിന് റീച്ച് കുറവാണ് എന്ന് തോന്നിയിട്ടാകാം മാർ ആലഞ്ചേരി മാതൃഭൂമി പത്രത്തിൽ വലിയൊരു ലേഖനം എഴുതി. ISISഉം RSSഉം തുല്യരാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്ലിമ്മീസ് തിരുമേനി ഒരു പ്രസ്താവനയും ഇറക്കി. RSSഉം ISISഉം തുല്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു അപരാധമാണ്. ഇതിന് കാരണമായിട്ട് അവർ പറഞ്ഞത്, നേരത്തെ ഒരു പൊളിച്ചെഴുത്തിൽ ഞാൻ പൊളിച്ചെഴുതിയ കാര്യം, ഏതോ പള്ളിയുടെ പെയിൻറ്റ് ചുരണ്ടി രൂപക്കൂട്ടിൽ നിന്നൊരു മാല പറിച്ചുകൊണ്ട് പോയി പിള്ളേർ കളിക്കുമ്പോൾ ഒരു പന്തെറിഞ്ഞ് ജനൽ പൊട്ടി, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് വലിയൊരു ആക്രമണം ഈ 3 ബിഷപ്പുമാരും ചേർന്ന് അഴിച്ചുവിട്ടു. നരേന്ദ്രമോദി സർക്കാരിനെ ആക്രമിക്കാനായിട്ട് RSSഉം ISSഉം തുല്യമാണെന്ന് പറഞ്ഞു. ഇന്ന് വരെ ഞാൻ ഈ 3 ബിഷപ്പുമാരോടും ചോദിക്കട്ടെ, നെഞ്ചത്ത് കൈവച്ച് സത്യം പറയണം, ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ള കാരണം കൊണ്ട് RSSകാർ ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു മുസ്ലിമിനെ മുസ്ലിമാണ് എന്നുള്ള കാരണം കൊണ്ട് ആക്രമിച്ചിട്ടുണ്ടോ? അതല്ലാതെയുള്ള ആക്രമണങ്ങൾ നടക്കും. വേലിത്തർക്കം, അതിര് തർക്കം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിടിവലി, വല്ല പോക്കറ്റടി, ഉന്തും തള്ളും, ഇതിലൊക്കെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒക്കെ ഉണ്ടാകും. അതിനൊന്നും വർഗീയ ചുവ കൊടുക്കാൻ പാടില്ല. ദാ പോകുന്ന ഒരു ക്രിസ്ത്യാനി, അവൻ ക്രിസ്ത്യാനിയാണ്, അവനെ കൊല്ല്, ഇങ്ങനെ RSS പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ISIS പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അവർ ചെയ്ത് കാണിച്ചില്ലേ? ഉണ്ട്. നിങ്ങളുടെ തന്നെ വൈദികന്മാരെ ആദ്യമായിട്ടൊന്നുമല്ല ടോം ഉഴുന്നാലിനെ കൊണ്ടുപോകുന്നത്, ആദ്യമായിട്ടൊന്നുമല്ല. എത്രയോ ബിഷപ്പുമാരെ അവർ കൊണ്ടുപോയി കൊന്നിരിക്കുന്നു. ബിഷപ്പുമാർക്ക് പലതും അവരുടെ പാലസ് എന്ന് പറയുന്ന അവരുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. സിറിയയിൽ, ഡമാസ്കസിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുകയാണ്. അപ്പോൾ പോലും ഈ ബിഷപ്പുമാർ ചേർന്ന് RSSനെ ആക്രമിക്കാൻ തക്കം നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വലിയ അബദ്ധം വല്ലതുമുണ്ടോ? അൽമായരാരും തന്നെ ഇവരുടെ കൂടെയില്ല. ഇന്നൊരു ജാഥ നടത്തണമെങ്കിൽ സർക്കുലർ അയച്ചിട്ട് പള്ളിയിലച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും റോഡിൽ ഇറക്കേണ്ട ഗതികേടായി. കാരണം അൽമായർ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കില്ല. അവർ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ, അവർക്കറിയാമല്ലോ ഹിന്ദുക്കൾ എന്താ ചെയ്യുന്നത്, RSS എന്താ ചെയ്യുന്നത്, അവർക്ക് നന്നായിട്ടറിയാം. പക്ഷേ ആർക്കോ വേണ്ടി ഈ ബിഷപ്പുമാർ ഈ തീവ്രവാദികൾക്ക് ചൂട്ടുപിടിക്കുന്നു. അവരുടെ ചെയ്തികളെ ഭംഗ്യന്തരേണ ന്യായീകരിക്കുന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫിൻ്റെ കൈവെട്ടിയപ്പോൾ ആ മനുഷ്യനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ടീമാണ് ഈ ബിഷപ്പുമാർ. എന്തിനാണ് ആ മനുഷ്യനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്? ഏത് കുറ്റത്തിന്? ഒരു കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേർ അദ്ദേഹത്തിൻ്റെ കൈയും കാലും വെട്ടി. അതിൽ കവിഞ്ഞൊരു ദ്രോഹം എന്താ ചെയ്യാനുള്ളത്? ആ മനുഷ്യനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. കേസ് പറഞ്ഞ് അവസാനം റിട്ടയർ ആകുന്നതിൻ്റെ തലേ ദിവസം കഷ്ടിച്ചൊന്ന് കയറ്റി. ഇപ്പോഴും പൈസ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. എന്തുകൊണ്ടാണ് ഈ ബിഷപ്പുമാർ ഈ ദ്രോഹം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ബിഷപ്പ് എഴുതിയ ലേഖനത്തിൻ്റെ വാർത്ത ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം, ഒന്ന് ഓർമ്മ പുതുക്കാൻ കണ്ടു നോക്കുക. RSSഉം ISഉം ഒരുപോലെയാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ. IS ആളുകളുടെ തലയറുത്ത് വംശഹത്യ നടത്തുമ്പോൾ RSS ഭരണത്തിന്റെ തണലിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കുന്നുവെന്ന് പൗവത്തിൽ പറഞ്ഞു. ഇതാണ് അവസ്ഥ. ഇന്നൊരുപക്ഷെ ബിഷപ്പ് ഖേദിക്കുന്നുണ്ടോ ഈ വാർത്തയിൽ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ എഴുതിപ്പോയത് തെറ്റായി എന്ന് ബിഷപ്പുമാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അവരത് തുറന്നു പറയണം. ഇനിയെങ്കിലും ഇസ്ലാമിക തീവ്രവാദത്തെ ചെറുക്കാൻ ക്രൈസ്തവ സഭ മുന്നിട്ടിറങ്ങണം. കത്തോലിക്ക സഭയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം, മറ്റാർക്കുമില്ല. യാക്കോബായ സഭ, മാർത്തോമാ സഭ, മറ്റെന്താ പെന്തക്കോസ്തുകാർ തന്നെ എത്രയോ വിഭാഗങ്ങൾ, അവർക്ക് ആർക്കുമില്ലാത്ത പ്രശ്നം കത്തോലിക്ക സഭയ്ക്ക് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്കുമൊക്കെ അവരുടെയും ആൾക്കാർ സംഘർഷത്തിലോ പ്രശ്നത്തിലോ ഒക്കെ പെടാറുണ്ട്. അവരാരും കാണിക്കാത്ത വെപ്രാളവും വൈരാഗ്യവും RSSന് നേർക്ക് ക്രൈസ്തവ സഭയിലെ ചില ബിഷപ്പുകൾക്ക് മാത്രം, എല്ലാവർക്കും ഇല്ലാതെ, അത് ശ്രദ്ധിക്കണം. സാധാരണ ക്രിസ്ത്യാനികൾക്കില്ല, എല്ലാ ബിഷപ്പുമാർക്കോ വൈദികന്മാർക്കോ ഇല്ല, ചിലവർക്ക് മാത്രം. എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ തന്നെ സമൂഹത്തോട് തുറന്നു പറയണം. അതാണ് കാലഘട്ടം അവരോട് ആവശ്യപ്പെടുന്നത്. അവരാ ചുമതല നിർവഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു പൊളിച്ചെഴുത്തുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.